നാദേന്ദ്രിയം. രചന ദക്ഷ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ഏത് ആ അമ്പലം വിഴുങ്ങി മാധവനോ? അവൻ വീണ്ടും ചുണ്ടുകളെ ഭേദിച്ച് പുറത്തേക്ക് വരാമെന്ന ചിരിയെ നിയന്ത്രിച്ച് നിർത്തിക്കൊണ്ട് അവളോട് ചോദിച്ചതും അവൾ അതേന്ന് തലയാട്ടി. എന്നാലേ ആ പോക്ക് വരെ ഒരു മിന്നിലേ അയാൾ തന്നെയാ. അവനൊരു താളത്തിൽ പറഞ്ഞു. അവൾ മനസ്സിലാവാതെ അവനെ നെറ്റി വിളിച്ച് നോക്കി. എടി ബൊമ്മി, ഇതേ മറ്റേതാ. അവൻ അവളോട് അടക്കം പറഞ്ഞു. എന്ത്? അവൾ അതുപോലെ ചോദിച്ചു. അവിഹിതം, അവിഹിതം. അവൻ പറഞ്ഞവൾ കണ്ണുമിഴിച്ച് അങ്ങനെ നിന്നു. എടി പൊട്ടി, അതാ അമ്പലം വിഴുങ്ങി മാധവൻ നായരാ. അയാളുടെ ഒരു കുറ്റി നീ താമസിക്കുന്നതിന് പുറകിലായിട്ടാ താമസം. അതിനെന്തിനാ അയാൾ ചങ്ങലയും വെച്ച് പോന്ന്? അവൾ വിശ്വാസം വരാതെ ചോദിച്ചു. നാട്ടുകാരെ പൊട്ടന്മാരാക്കാൻ അല്ലാണ്ടെന്ത്? ഇതാവുമ്പോ ഒറ്റൊരെണ്ണം പേടിച്ച് പുറത്തിറങ്ങില്ലല്ലോ. അവൻ പറഞ്ഞ അവൾ കണ്ണുമിഴിച്ചെന്നോട് തലയാട്ടി. അല്ല, ഇതെങ്ങനെ ഇയാൾക്കറിയാം? അവൾ അവനെ നോക്കി കണ്ണു ചുരുക്കി ചോദിച്ചു. അത് കഴിഞ്ഞ തവണ അങ്ങേര് ചെലമ്പു ചുറ്റി എന്റെയും രാവിന്റെയും മുമ്പിലാണ് വന്ന് ചാടിയത്. ഇതുപോലെ അയാളുടെ വഴിമുടക്കിയായി വന്ന ഒരാളെ തലക്കടിച്ച് വീഴ്ത്തിക്കൊണ്ട് ഓടി വരുന്ന വഴിയായിരുന്നു. വന്നു കയറിയതോ ഞങ്ങളുടെ നെഞ്ചത്തേക്കും. അന്ന് അയാളൊന്ന് പേടിപ്പിച്ച് വിട്ടതാ ഞാൻ. അവൻ അന്നത്തെ ആ ഓർമ്മയിൽ ചിരിയോട് അവളോട് പറഞ്ഞു. അങ്ങേര് എന്നിട്ടിനോട് എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? ദുഷ്ടൻ. അങ്ങനെ കണ്ടാ പറയോ കയ്യിലിരിപ്പിതാന്ന്? അവൾ അയാളുടെ അന്നത്തെ പ്രകടനമൊന്ന് ഓർത്തുകൊണ്ട് പല്ലിയടിച്ച് അവനോട് പറഞ്ഞു. അവനതിന് ചിരിച്ചു. എന്നാലും നീ ഇത്രക്ക് പേടി തുണ്ടിയാണെന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോടി വാടകക്ഷി. അവൻ പറഞ്ഞുകൊണ്ട് വീണ്ടും ചിരിച്ചു. ഒറ്റക്ക് ആ പ്രേതാലത്തിലൊന്നും ജീവിച്ചു നോക്ക്, അപ്പറിയാം അതിന്റെ ബുദ്ധിമുട്ട്. എന്തെങ്കിലും പറ്റിയാൽ പോലും ആരും അറിയില്ല. എന്തിനാറ് പറയുന്നു? ആരെങ്കിലും വന്ന് കൊന്നിട്ട് പോയാൽ പോലും ആരും തിരിഞ്ഞു നോക്കാനില്ല. അപ്പൊ പേടിക്കാണ്ടിരിക്കയോ? അവൾ അവനോട് പറഞ്ഞുകൊണ്ട് തിരികെ കലാക്ഷേത്രയിലേക്ക് നടന്നു. പക്ഷെ അവൾ ആ പറഞ്ഞത് കൊള്ളേണ്ടവന് കൊള്ളേണ്ടടുത്ത് തന്നെ നല്ല കൃത്യമായി കൊണ്ടു. അതിന്റെ നീറ്റിൽ നെഞ്ചിലേക്ക് പടരും മുന്നേ അവൻ അവളെ വിളിച്ചു. നീ ബൊമ്മി. അകത്തേക്ക് കയറാൻ നിന്നവൾ അവന് നേർക്ക് തിരിഞ്ഞു നോക്കി. അതിനേക്കാൾ വലിയൊരു പ്രേതാലയം കുടിക്കാൻ നല്ല ഓപ്പോസിറ്റീവ് ചോരയും തരാം ഞാൻ. പോരുന്നോ എന്റെ കൂടെ? ഒരു കള്ളച്ചിരിയോടെ തന്നെ നോക്കി മീശ പിടിച്ചുകൊണ്ട് ചോദിക്കുന്നവനെ കണ്ടതും താഴേക്ക് കിടക്കുന്ന കല്ലെടുത്ത് അവന് നേർക്ക് എറിഞ്ഞിരുന്നവൾ. ഹോ, എറിഞ്ഞു യക്ഷി. നിന്നെ ഞാൻ എടുത്തോളടി വാടയക്ഷി. അവൾ കല്ലുകൊണ്ട് എറിഞ്ഞിടൊന്ന് തടവിക്കൊണ്ട് അവൾ നോക്കി മീശ പിരിച്ച് അതും പറഞ്ഞവൻ അവിടുന്ന് തിരികെ നടന്നു. ഇഡിയറ്റ്. തന്റെ ഏറും കൊണ്ട് പരാതി പറഞ്ഞ് തിരികെ പോകുന്നവരെ നോക്കുന്നവരുടെ കൂർത്ത ചുണ്ടുകൾ അത്രയും പതുക്കെ മൊഴിഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ടടാ മോനെ നിനക്ക്? അകത്തേക്ക് കയറിയെന്ന ജിത്തുവിനെ നോക്കിക്കൊണ്ട് നന്ദകി വേവരാതിയോടെ തിരക്കി. ഓക്കെ അമ്മ. അവൻ അവരോട് പറഞ്ഞുകൊണ്ട് കാലിലെ സോക്സ് അഴിച്ചു മാറ്റി ആളിലെ സിറ്റിയിലേക്ക് ഇരുന്നു. പെരിങ്ങോടന്റെ കിടത്തി ചികിത്സ കഴിഞ്ഞു വരുന്ന വഴിയാണ് ആള്. അതിന്റെ എല്ലാ മാറ്റവും ആ ശരീരത്തിൽ കാണാനുണ്ട്. ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ കൂടി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്നുവിടാൻ നന്ദയ്ക്ക് വഴി അവൻ അറിഞ്ഞിരുന്നു. നീലിയെ കല്യാണം കഴിപ്പിച്ച് വിടുന്നു എന്ന വാർത്ത അവനെ ഒന്ന് ഉലച്ചിരുന്നു. ആഗ്രഹിച്ച് കൈവിട്ടു പോകുന്നതിന്റെ ഒരു ഉള്ളുലച്ചിൽ അത്രയും ഉള്ളൂ. ഇന്ദ്രൻ അവളെ വിവാഹം കഴിച്ചു എന്നറിഞ്ഞപ്പോഴാണ് മനസ്സൊന്ന് തണുത്തത്. അവൾ ഇവിടെ തന്റെ കൺവെട്ട് തന്നെ ഉണ്ടാവുമല്ലോ എന്ന സമാധാനം. ആഗ്രഹിച്ചതെന്തും കാൽ കീഴിൽ കൊണ്ടുവരുന്നവന് അത്ര പെട്ടെന്ന് അവൾ വിട്ടുകൊടുക്കാൻ കഴിയുമായിരുന്നില്ല. ആകെ കോലം കെട്ടു എന്റെ കുട്ടി. അവർ അത്യധികം വാത്സല്യത്തോടെ അവന്റെ തലയിലൂടെ തഴുകിക്കൊണ്ട് പറഞ്ഞു. അവനതൊന്നും കേൾക്കുന്ന കൂടിയില്ല. ആ മനസ്സ് അപ്പോഴേക്കും വേറെ പല ചിന്തകൾക്ക് പുറകെ സഞ്ചരിച്ചു തുടങ്ങിയിരുന്നു. നീ എന്തിനാ അവിടെ പോയി ഇത്ര ദിവസം നിന്ന്? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ മോനെ, അതൊന്നും വേണ്ട, നമുക്ക് ഇംഗ്ലീഷ് മരുന്ന് മതിയെന്ന്. അവനവനോട് ഇത്ര ദിവസം അവനെ കാണാതിരുന്നതിന്റെ പരിഭവങ്ങൾ ഓരോന്നായി പറഞ്ഞു തുടങ്ങി. അവനതിനൊന്ന് പ്രയാസപ്പെട്ട് ചിരിച്ചല്ലാതെ മറുപടി ഏതും പറഞ്ഞിരുന്നില്ല. ഞാൻ നിനക്ക് കഴിക്കാൻ എടുക്കാം, നീ വാ. അവരതും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് ധൃതി പിടിച്ച് അടുക്കളയിലേക്ക് നടന്നു. അവർ പോകുന്നത് നോയിക്കൊണ്ട് തലയിരിച്ചതും കാണുന്നത് കയ്യിലെന്തോ പാത്രവും പിടിച്ച് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന നീലിയെയാണ്. തേടിയതെന്തോ കണ്ടു കിട്ടിയതുപോലെ അവന്റെ കണ്ണുകളൊന്ന് പ്രകാശിച്ചു. ഒരു പച്ച നിറത്തിലെ ചുരിദാറാണ് അവിടെ വേഷം. മുടി മുഴുവൻ തോർത്തുകൊണ്ട് കെട്ടിവെച്ചിട്ടുണ്ട്. ആ നിറകയിൽ പടർന്നിരിക്കുന്ന സിന്ദൂര ചുവപ്പിനും അവളുടെ കവിളുകൾക്കും ഒരേ നിറമാണെന്ന് തോന്നി അവന്. നീ അവളെ അങ്ങനെ നോക്കിയിരിക്കെ തനിക്കരികിൽ നിന്ന് ഉയർന്ന ശബ്ദത്തിന് ഉറവിടം മനസ്സിലായിക്കൊണ്ട് അവനൊന്ന് പല്ലുകടിച്ച് കണ്ണുകൾ ഇറുക്കി അടച്ചു. വിളിയേട്ട ഭാഗത്തേക്ക് അവൾ തിരിഞ്ഞു നോക്കിയെന്ന് കാണുന്നത് തന്നെ വല്ലാത്ത ഭാവത്തിൽ നോക്കി നിൽക്കുന്ന ജിത്തുവിനെയും അവനടുത്ത് തന്നെ തുറച്ചു നോക്കി നിൽക്കുന്ന ഇന്ദ്രനെയുമാണ്. എനിക്ക് പാലൊഴിച്ച് കടുപ്പത്തിലൊരു ചായ വേണം, മുറിയിലേക്ക് കൊണ്ടുവന്നാൽ മതി. അവനതും പറഞ്ഞ് മുകളിലേക്ക് പടികൾ കയറാൻ ഒരുങ്ങി. പിന്നെ എന്തോർത്ത പോലെ അവിടെ നിന്ന് അവനടുത്തേക്ക് തിരികെ വന്നു. ഇതെന്താ ഇത്ര ദിവസമില്ലാത്തൊരു ശീലമൊക്കെ? ഇത്രനാൾ ഇങ്ങനെ ചായ കൂടി ഉണ്ടായിരുന്നില്ലല്ലോ. അവളൊന്ന് സ്വയം പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. സുഖവാസം കഴിഞ്ഞ് തിരിച്ചു വന്ന കൊള്ളാം. ഇടയ്ക്കിടയ്ക്ക് എന്തുകൊണ്ടാ സുഖവാസത്തിന് പോയതെന്ന് കൂടി ഒന്ന് ആലോചിക്കുന്ന നന്നായിരിക്കും. തനിക്കരികിൽ നിൽക്കുന്നവനോട് ഇന്ദ്രൻ പറഞ്ഞു. അത് കേട്ടുന്നവന്റെ മുഖം വലിഞ്ഞു മുറുകി. നീ എത്ര നാളവളെങ്ങനെ നിന്റെ ചിറകിനടിയിൽ ഒളിപ്പിക്കും ഇന്ദ്ര?
എന്നെങ്കിലും ഈ ചെറുകു നീ അവൾക്കൊരു അരോചകമായി മാറും. അന്ന് നീ എത്ര പിടിച്ചു വെക്കാൻ നോക്കിയാലും അവൾ നിന്നെ വിട്ട് പറന്നു പോകും. അല്ലെങ്കിൽ ഞാൻ അവളെ കൊണ്ടുപോകും, കൂടെ പൊറുപ്പിക്കാനൊന്നല്ല, ജസ്റ്റ് ഫോർ മൈ എന്റർടൈൻമെന്റ്. ആൻ പല്ലിയരിച്ചുകൊണ്ട് പൂച്ചച്ചിരിയോടെ പറഞ്ഞിരുത്തിയതും ഇന്ദ്രന്റെ മുഖത്ത് അത്രയും ശാന്തമായ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു. നിനക്കൊരു വിചാരമുണ്ട്, ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും നിന്റെ അമ്മയെ പോലെയാണെന്ന്. ജിത്തു ആക്രോശത്തോടെ അവന്റെ ഷർട്ടിന്റെ കോൾ കയറി പിടിച്ചുകൊണ്ട് അവനെ എരിച്ചു കളയാൻ പാത്തിന് നോക്കി. അവനുള്ള ചായയും കയ്യിൽ പിടിച്ച് അവിടേക്ക് വന്നവൾ കാണുന്നത് ഈ രംഗമാണ്. പെട്ടെന്നുള്ള അവന്റെ ആ പ്രവൃത്തിയിൽ അവളൊന്ന് പരിഭ്രമിച്ചു. സത്യം പറയുമ്പോ നിന്നിങ്ങനെ തിളക്കാതെടാ അനിയ. ഇന്ദ്രൻ ചിരിയോടെ അവന്റെ കൈകൾ തന്നിൽ നിന്ന് ബലമായി വേർപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. നിന്റെ ഒടുക്കത്തെ സ്നേഹപ്രകടനവും കാശും കൊണ്ട് നിനക്ക് പുറകെ മണപ്പിച്ചു വരുന്ന പലതിനെയും നീ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അവളുണ്ടല്ലോ, നീലി, അവളെ ഇല്ലിക്കലെ കോവിലത്തെ നാരായണവർമ്മയുടെ മോളാടോ. അതിനേക്കാൾ ഉപരി എന്റെ നാൽപ്പാട്ട ഇളമുറ തമ്പുരാനായ ഇന്ദ്രന്റെ പട്ടമാഷിയാ. അവളെ എന്താണെന്ന് ഏതാണെന്ന് നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. ഇത്ര കാലം കൊണ്ട് ഞാൻ പഠിച്ചതിനപ്പുറമൊന്നും അവളിലില്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല. അതുകൊണ്ട് മോൻ ചെല്ല്, ചെന്ന് അടുത്ത പടവെട്ടിലുള്ള തന്ത്രങ്ങൾ മെനയ. ഏടത്തി അമ്മയുടെ കാര്യം തൽക്കാലം ഈ ഏട്ടൻ നോക്കിക്കോളാം. അനിയൻ ചെല്ല്. അവൻ ജിത്തുവിന്റെ പറ്റെ ചുറ്റിവെച്ച കൈ അവന് വേദനിക്കുന്ന വിധത്തിലൊന്ന് കുടഞ്ഞെറിഞ്ഞുകൊണ്ട് പറഞ്ഞതും അവൻ വേദനയോടെ തന്റെ കൈകൾ ഒഴിഞ്ഞുകൊണ്ട് ഇന്ദ്രനെ ചെറഞ്ഞു നോക്കി. ഇതെല്ലാം കണ്ടും കേട്ടും നിന്നവളിൽ ഇന്ദ്രന്റെ ഓരോ വാക്കുകളും ബുക്കിലെന്ന പോലെ പതിഞ്ഞു കിടന്നു. അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അവന്. അവന്റെ ഓരോ വാക്ക് അവളിൽ അത്രയും ചലനം സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അതങ്ങനെ? അവൾ സ്വയം ചിന്തിച്ചു. എത്ര നേരായിട്ട് ഒരു ചായ ഊഹിച്ചിട്ട് അവിടെ താളം ചവിട്ടിക്കാതെ അതിങ്ങോട്ട് താടി. അവന്റെ ശബ്ദമാണ് അവളുടെ ചിന്തകളെ ലോകത്തിൽ നിന്ന് താഴേക്ക് വലിച്ചിട്ടത്. അവൾ അവിടെ നിന്ന് ജിത്തുവിനെ മറികടന്ന് അവനടുത്തേക്ക് വന്നുകൊണ്ട് ചായ ഗ്ലാസ് അവന് നേർക്ക് നീട്ടി. ജിത്തു! ഡൈനിങ് റൂമിൽ നിന്നുള്ള നന്ദകിയുടെ നീട്ടിയുള്ള വിളി ഉയർന്നു. ആ ദോ നിന്റെ തള്ളു വിളിക്കുന്നു, നിന്ന് ചെറിയാതെ പോകാൻ നോക്കടാ. പോയി വല്ലം കുത്തിക്കേറ്റ്, ശരീരമൊക്കെ ഒന്ന് കൊഴുക്കട്ടെ. എന്നാലല്ലേ ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പെരുമാറാനും അനിയൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സുഖവാസത്തിന് പോകാനൊക്കെ പറ്റൂ. ഇന്ദ്രൻ ഗ്ലാസ്സിലെ ചായ ഒന്ന് മുത്തി കുടിച്ചുകൊണ്ട് തന്റെ മുന്നിൽ തന്നെ തുറച്ചു നോക്കി നിൽക്കുന്നവനോടായി പറഞ്ഞതും അവൻ ഇന്ദ്രനെ നോക്കിയൊന്ന് പല്ലിയടിച്ചുകൊണ്ട് അവിടുന്ന് പോയി. കുഞ്ഞെഴുന്നേറ്റില്ലേ? അതുവരെ കത്തിയുന്നവൻ അവളോട് സ്വാഭാവികമായി ചോദിച്ചു. അതുവരെ അവനെ മിഴിച്ചു നോക്കിയെന്നവൾ അവന്റെ ചോദ്യം ശരി കേൾക്കാത്ത പോലെ അവനെ നോക്കി. കുഞ്ഞുണർന്നില്ലേന്ന് അവൻ ചായ കുടിച്ചുകൊണ്ട് അവളോട് വീണ്ടും ചോദിച്ചു. അവൾ പെട്ടെന്ന് തന്നെ അവന് മറുപടി നൽകി. എന്നാ പെട്ടെന്ന് പോയി റെഡിയായി വാ, ഒരിടം വരെ പോണം. അവൻ ബാക്കി വന്ന ചായ ഒറ്റവലി കുടിച്ചേർത്ത് ഗ്ലാസ് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ വേഗം ആ ഗ്ലാസ് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങി. എന്നിട്ടും പോവാതെ അവിടെ പരിങ്ങി നിൽക്കുന്നവളെ കണ്ടതും ഇന്ദ്രനെ നെറ്റി വിളിഞ്ഞു. എന്താ ഇനി ഞാൻ നിന്നെ എടുത്തോണ്ട് പോണോ? അവൻ അവളെ നോക്കി ഗൗരവത്തിൽ ചോദിച്ചു. അതല്ല. ഏതല്ല? അത് എങ്ങോട്ടാ പോവും? അതെങ്ങോട്ടാണെന്ന് അറിഞ്ഞാൽ നീ വരുന്നുള്ളൂ. ഞാൻ പെട്ടെന്ന് വരാം. തന്നെ നോക്കി വല്ലാത്ത ഭാവത്തിൽ ചോദിച്ചതിന് മുമ്പിൽ അധികേറെ നിന്നാൽ ശരിയാവില്ലെന്ന് തോന്നിയതും അവൾ വേഗം തിരികെ നടക്കാൻ ഒരുങ്ങിക്കൊണ്ട് പറഞ്ഞു. നിന്ന നിപ്പിലല്ലേ സിംഹത്തിന്റെ സ്വഭാവം മാറുന്നു. അവൾ മുറുമുറുത്തുകൊണ്ട് വേഗത്തിൽ മുറി ലക്ഷ്യം വെച്ച് നടന്നു. ഒന്ന് അനങ്ങി തള്ളടാ. വണ്ടിക്കകത്തിരുന്ന മേഘൻ പുറകിൽ നിന്ന് വണ്ടി എള്ളുന്നതിനോട് വിളിച്ചു പറഞ്ഞു. ഓ ഞാൻ തള്ളാഞ്ഞിട്ടൊന്നല്ല, ഇത് നീങ്ങാഞ്ഞിട്ടാ. അവൻ വണ്ടി മുന്നിലേക്ക് തള്ളുന്നതിനിടയിൽ അതുപോലെ മേഘനോട് വിളിച്ചു പറഞ്ഞു. നല്ല ആരോഗ്യമുണ്ടല്ലോ, ഒന്നങ്ങാഞ്ഞ് തള്ളടാ. മേഘൻ വീണ്ടും വിളിച്ചു പറഞ്ഞു. രാവുന്ന് പല്ലടിച്ചു. കയ്യിൽ കാശിലായിട്ടൊന്നല്ലോ ഈ ആക്രിയും കൊണ്ട് നടക്കുന്നത്. വലിയ തമ്പുരാനെന്ന് പറഞ്ഞിട്ടെന്താ കാര്യം? എച്ചിയായി പോയില്ലേ എച്ചി. അവനൊന്ന് കുത്തി പറഞ്ഞു. എച്ചി നിന്റെ തന്ത. ആ അങ്ങേര് പക്ഷെ നിന്റെ അത്ര എച്ചിയല്ല. അവൻ വണ്ടി തള്ളിക്കൊണ്ട് പറഞ്ഞു. എടാ കയ്യിൽ പൂത്ത കാശിണ്ടായിട്ട് കാര്യമില്ല, അത് പൂക്കുന്നതിന് പിന്നെ എങ്ങനെ ചെലവാക്കുന്ന കൂടി അറിയണം. ഓ വേണ്ട, എനിക്കിങ്ങനെ പൂക്കുന്നതാടാ ഇഷ്ടം. അവൻ വണ്ടി സ്റ്റാർട്ടാകാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. രാവ് പല്ലടിച്ചു. ഇതിങ്ങനെ തള്ളിക്കൊണ്ട് നടക്കാൻ ഞാൻ ഉള്ളോണ്ടല്ലേടാ നാറി, നീ ഇതിനെ ഉരുട്ടിക്കൊണ്ട് നടക്കുന്നേ? അവൻ പല്ലടിച്ചുകൊണ്ട് ചോദിച്ചു. പിന്നില്ലാതെ. എടാ എന്തായാലും ഉണ്ടായിരുന്ന പണി കളഞ്ഞ് നീ എന്റെ കൂടെ കൂടി. കണ്ട പെണ്ണുങ്ങളുടെ വായിലെത്ര പല്ലുണ്ട് തലയിലെത്ര മുടിനാറുണ്ട് നോക്കി നടക്കാൻ നിന്നെ ആ സമയാസമയം തീറ്റിപ്പോറ്റെന്നല്ലാതെ നിന്നെ കൊണ്ട് എനിക്ക് 10 കാശിന്റെ ഉപകാരമില്ല. അപ്പൊ ഇടക്കൊക്കെ വീണ് കിട്ടുന്ന ഇതുപോലുള്ള സുവർണാവസരങ്ങള് ഞാനായിട്ട് എങ്ങനെയാടാ വേണ്ടെന്ന് വെക്കുക? അവന്റെ ആ ഉച്ചത്തിലുള്ള സംസാരം കേട്ടതും വഴിയെ നടന്നുപോയ 2 പെൺകുട്ടികൾ വണ്ടിയിൽ നിന്ന് അവരെ നോക്കി വാപ്പുത്തി ചിരിച്ചു. അത് കണ്ടതും രാവ് വണ്ടി തളയിൽ നിർത്തി അവരെ നോക്കി വളിച്ച മുഖത്തോടെ ഇളിച്ചു. എന്നെയല്ല, അത് വേറെ ആരെയും പറഞ്ഞ, ഞാൻ വെറുതെ വ്യായാമം വണ്ടിയിൽ നിന്ന്.
അവനൊരു ഇളിഞ്ഞ മുഖഭാഗത്തോടെ മടക്കി കൊടുത്തിരുന്ന കാവ്യം കൊണ്ട് അഴിച്ചിട്ടുണ്ട്. അവരെ നോക്കി പറഞ്ഞു. അവരവനെ നോക്കി തലയാട്ടി ചിരിച്ചു. സത്യമായിട്ട് എന്നല്ലേ പറഞ്ഞ്? ഞാൻ അത്രക്കാരൻ നീ? അവൻ വീണ്ടും അത് ഇളിഞ്ഞ ചിരിയോടെ ശബ്ദം കുറിച്ച് അവരോട് പറഞ്ഞു. അവരുടെ ചിരി അല്പം കൂടി ഉയർന്നു. ബൈ ദ ബൈ, ഇന്ന് രമ്യയില്ലേ? രമ്യ? അവൻ വിഷയം മാറ്റാൻ പോലെ അവരോട് ചോദിച്ചു. അവിടെ കിന്നരിച്ച് നിൽക്കാതെ വന്ന് വണ്ടിയിടാൻ നീർക്കാക്കെ. വണ്ടിയിൽ നിന്ന് മേഘന്റെ അലർച്ച കേട്ടതും അവനെ നന്നായി സ്മരിച്ചുകൊണ്ടാവും പൊട്ടി വന്ന് ചിരിയടക്കാൻ പാടുവിട്ട് തന്നെ കടന്നു പോകുന്നവരെ ഒന്ന് ചമ്മലോടെ നോക്കി. നീ തള്ളുന്നോ അത് ഞാനങ്ങോട്ട് വരണോ? ഈ ചെറ്റ. അവൻ അഴിച്ചിട്ട് കായും കൊണ്ട് ഒന്നുകൂടെ മടക്കി കുത്തിക്കൊണ്ട് കലിയോടെ എന്തൊക്കെയോ പിറുപിറുത്ത് വീണ്ടും വണ്ടി തള്ളാൻ തുടങ്ങി. അല്പസമയത്തിനുള്ളിൽ തന്നെ വണ്ടി സ്റ്റാർട്ടായി. തള്ളി തള്ളി എന്റെ ഊപ്പാടെ ഇളകി. ദൈവമേ! രാവു അവശതയുടെ കോർഡറിംഗ് സീലേക്ക് ചാരിക്കൊണ്ട് പറഞ്ഞു. എല്ലാം അങ്ങനെ നാക്കുകൊണ്ട് തള്ളുന്ന പോലെ അത്ര എളുപ്പം തള്ളി മറിക്കാൻ പറ്റുന്നല്ലാന്ന് ഇപ്പൊ അവന് മനസ്സിലായോ? മേഘൻ തനിക്കരികിലിരിക്കുന്നവനെ ചോദിച്ചുകൊണ്ട് വണ്ടി മുന്നോട്ടെടുക്കി ഒരുങ്ങുമ്പോഴാണ് നാട്ടുകാരിൽ ആരോ ചിലർ വേഗത്തിൽ അവരെ മറികടന്ന് പോകുന്നുണ്ട്. പരസ്പരം എന്തൊക്കെയോ പറഞ്ഞ് വേഗത്തിലുള്ള അവരുടെ പോക്കേണ്ടത് മേഘൻ എന്തോ പന്തികേട് മണത്തു. എന്താ എങ്ങോട്ടേ ഓടുന്നു? മേഘൻ അതിലൊരുത്തനെ പിടിച്ചു വെച്ചുകൊണ്ട് തിരക്കി. ആ കലാക്ഷേത്രം നടത്തുന്ന പെണ്ണില്ലേ, അതിന് പോലീസ് പിടിച്ചു. അയാൾ പറഞ്ഞ വാക്കുകൾ കേട്ടതും അവന് രാഹു ഒരുപോലെ ഞെട്ടി. എന്താ ഉണ്ടായത്? അവൻ തന്നെ പിടിവിട്ട് ഓടാൻ തുനിഞ്ഞവനെ വീണ്ടും തനിക്കരികിലേക്ക് പിടിച്ചിരുത്തിക്കൊണ്ട് കൂർമ്മതയോടെ ചോദിച്ചു. ആ വേലൂരിൽ ഇന്നലെ രാത്രി ആ പെണ്ണ് വെട്ടിയത്രേ. അയാൾ പറഞ്ഞിട്ട് പോയത് അവന്റെ കാതുകൾ ഏറ്റുവാങ്ങിയ അടുത്ത നിമിഷം അവൻ വണ്ടി മുന്നിലേക്ക് എടുത്തിരുന്നു. മേഘ, എന്തൊക്കെയാണ് ഈ നടക്കുന്നേ? അടുത്തിരുന്ന രാഘവനോട് അത്യധിക ആകുലതയോടെ തിരക്കി. അവനതിന് മറുപടിയൊന്നും തന്നെ പറഞ്ഞില്ല. മനസ്സിനുള്ളിൽ മുഴുവൻ അവൾ ഒരുവളുടെ മുഖമാണ്. അപ്പോഴേ ഞാൻ പറഞ്ഞതാ എന്റെ കൂടെ വരാൻ. അപ്പൊ അവളുടെ ഒടുക്കത്തൊരു ജാട. വണ്ടി ഓടിക്കുന്ന ഇടാവൻ പല്ലിയടിച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ വീട്ടിലേക്കുള്ള വഴിക്ക് തൊട്ട് മുന്നേ വരെ വണ്ടി പോകുമായിരുന്നുള്ളൂ. അവൻ വണ്ടി അവിടെ സൈഡായിക്കൊണ്ട് അവളുടെ വീട് ലക്ഷ്യം വെച്ച് നടന്നു. നടക്കുന്ന വഴിയിലാകെ ആളുകൾ കൂടി നിൽക്കുന്നതാണ് അവൻ കണ്ടത്. ആ പെൺകൊച്ചിനെ പോലീസ് കൊണ്ടുപോയില്ലേ, ഇനി എന്ത് കാണാനാ? അവിടുന്ന് തിരികെയാണെന്ന് ഒരാൾ പറയുന്നു. മേഘന്റെ ചെവിയിലേക്ക് വീണു. മുന്നോട്ട് തിരക്കിട്ട് നടന്നവന്റെ കാലുകൾ അയാളുടെ വാക്കുകൾ കേട്ടോ നിന്നു. എന്താ പറഞ്ഞു? അവൻ അയാളെ നോക്കി ചോദിച്ചു. ആ തമ്പുരാൻകുഞ്ഞ് കുറച്ചു മുന്നേ ആ കൊച്ചിനെ SI ദാമോദരം വന്ന് വണ്ടി കയറ്റി കൊണ്ടുപോയി. അതുകൂടി കേട്ട് അവന്റെ ഉള്ളിലെ ദേഷ്യം അവന്റെ ശരീരത്തിലുടനീളം പടർന്നു കയറി. വേറെ ഒന്നും കേൾക്കാൻ നിൽക്കാതെ അവൻ അവിടെ നിന്ന് തിരികെ നടന്നു. അപ്പൊ ആളുകൾ പറയുന്നത് വെറുതെ അല്ലേ? ആ പെൺകൊച്ചും തമ്പുരാൻകുഞ്ഞിന്റെ ഇടയിൽ കാര്യമായിട്ട് എന്തോ തടയുന്നുണ്ടല്ലേ? അയാൾ വാലിന് തീ പിടിച്ച പോലെ പോകുന്ന മേഘനെ നോക്കി തനിക്കടുത്ത് നിന്ന് മറ്റൊരാളോട് കാര്യമായി പറഞ്ഞതും മറ്റേയാൾ അതിനെ ശരിവെക്കും വിധം അവന്റെ പോക്ക് നോക്കിന്ന് മൂളി കൊണ്ട് തലയാട്ടി. എന്താടാ നീ എന്താ തിരികെ വന്ന്? വലിഞ്ഞു മുറുകിയ മുഖത്തോടെ തിരികെ വന്നവനെ കാണുക രാഹു ചോദിച്ചു. അയാൾ അവളെ കൊണ്ടുപോയടാ. അവനുള്ളിൽ നുരഞ്ഞു വന്ന ദേഷ്യത്തെ പല്ലിനടിയിലൊന്ന് ഞെരിച്ചമർത്തി പറഞ്ഞുകൊണ്ട് വണ്ടിയിലേക്ക് കയറിയിരുന്നു. കൊണ്ടുപോകി? ആര്? നീ ഒന്ന് തെളിച്ചു പറയെന്റെ മേഘ. ആ SI ദാമോദരൻ. അവൻ പറഞ്ഞുകൊണ്ട് വണ്ടി തിരിച്ചു. ആ കള്ളക്കിളവൻ പണി തുടങ്ങിയ മേഘ. രാഹു ശിവശങ്കരൻ നമ്പിയുള്ള ദേഷ്യത്തിൽ പല്ലിയരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങേര് കളിക്കട്ടടാ. വയസ്സായ കിളവന്റെ ഒരു അത്യാഗ്രഹമല്ലേ? അയാള് പറ്റുന്നത്ര കളിക്കട്ടെ. അവസാനം കളിച്ച് ആ ഊന്നുവടി ഒടിയുന്ന ഒരു ദിവസം വരും. അതുവരെയല്ലേ അങ്ങേര് ഈ കുട്ടിയും കോലും കളിക്കൂ. അതോടിയും വരെ അയാളിങ്ങനെ തട്ടി തട്ടി കളിക്കട്ടെ. അവൻ പറഞ്ഞുകൊണ്ട് ഗിയറൊന്ന് മാറ്റി ആക്സിലേറ്ററിൽ കാലമർത്തി. അവന്റെ പ്രവൃത്തിയിൽ ഓരോന്നിലും അയാളോടുള്ള ദേഷ്യം പ്രതിഫലിച്ചു. അവളുടെ ഇരിപ്പ് കണ്ടില്ലേ? ഒരുത്തനെ കൊല്ലാൻ ശ്രമിച്ചിട്ട് അതിന്റെ പല കുലുക്കൊണ്ടോ അവൾക്ക്. SI ദാമോദരൻ പോലീസ് സ്റ്റേഷൻ മുമ്പിൽ തന്നെ ജീപ്പിന് തിറങ്ങിക്കൊണ്ട് ജീപ്പിലെ ഏതോ ലോകത്തെന്ന പോലെ കണ്ണു നട്ടിരിക്കുന്നവളെ നോക്കി ചുണ്ടുകൂട്ടി പറഞ്ഞു. അയാളുടെ വർത്തമാനം കേട്ടതും അവളെ അയാളൊന്ന് മിഴിയുയർത്തി നോക്കി. ആ കണ്ണുകളിൽ എവിടെയും അയാൾക്ക് നിസ്സഹായതയോ വേദനയോ കാണാനായില്ല. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയുള്ള അവിടെ ആ നോട്ടം കണ്ടതും അയാൾക്ക് എവിടെ നിന്നെല്ലാമോ ദേഷ്യം ഇരച്ചു കയറി. ഇങ്ങോട്ട് ഇറങ്ങടി! അയാൾ അവൾക്ക് നേരെ ശബ്ദമുയർത്തിയതും അവൾ പയ്യെ താഴേക്ക് ഇറങ്ങി. പോലീസ് സ്റ്റേഷന്റെ മതിലിന് ചുറ്റും അണിഞ്ഞിരിക്കുന്ന തലകളുടെ എണ്ണം കാണെ അവളുടെ ചുണ്ടുകളിൽ ഒരു പുച്ഛച്ചിരി സ്ഥാനം പിടിച്ചു. എന്ത് നോക്കിക്ക, അങ്ങോട്ട് ഇറങ്ങടി! അയാൾ അവിടെ പുറത്ത് കൈവച്ചും തള്ളിക്കൊണ്ട് പറഞ്ഞു. അവൾ അയാളുടെ പ്രവൃത്തി തീരെ ഇഷ്ടപ്പെടാത്ത പോലെ അയാളെ ഒന്ന് തുറിച്ചു നോക്കി. എന്താടീ നോക്കുന്നേ? നിന്റെ വെളച്ചിലൊന്നും എന്നോട് വേണ്ട. നിന്നെ പോലുള്ളവന്മാരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ള. അയാളുടെ പുച്ഛത്തോടെയുള്ള വാക്കുകൾ അവള് നന്നേ ദേഷ്യത്തിൽ ആഴ്ത്തുന്നവയായിരുന്നിട്ട് കൂടി അവൾ അയാളുടെ വാക്കുകൾക്ക് വലിയ ശ്രദ്ധ കൊടുക്കാതെ പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് പ്രവേശിച്ചു. ചാരി! അകത്തേ കയറി അയാൾ അവിടെയുള്ള വനിതാ കോൺസ്റ്റബിളെ നീട്ടി വിളിച്ചതും അവർ ധൃതിയിൽ അയാൾക്കടുത്തേക്ക് വന്നു. പുതിയ അഡ്മിഷനാ, നീ ഒന്ന് ശരിക്കും സൽക്കരിക്കേണ്ടി വരും. അയാൾ ഒരു ഓരം ചേർന്ന് മാറിയിരിക്കുന്ന ഭുവിയെ നോക്കി അവരോട് പറഞ്ഞു. അവരതിനും ചിരിച്ചു. അത് ഞാൻ ഏറ്റു സാറേ. കുറെ നാളായി ശരീരാണെങ്കിൽ ആരെങ്കിലും ഒന്ന് പെരുമാറിയിട്ട്. അവരവിടെ ഇതെല്ലാം കേട്ട് മാറി എന്നവൾ നോക്കിയൊന്ന് ചുണ്ടുകൂട്ടി പറഞ്ഞു. അയാൾ അതിനൊന്ന് ചിരിച്ചു.
എന്തായാലും നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നാൽപ്പാട്ടക്കാരനവർക്കെതിരെ നിൽക്കാൻ ഇവിടെ ആരും നേരെ ധൈര്യപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ളപ്പോ ഒരു പീറപ്പെണ്ണായ നീ ഞങ്ങൾക്കെതിരെ നിൽക്കാന്ന് വെച്ചാ അതിന് ചില്ലറ പോരാ, അയാൾ പറഞ്ഞു. അവൾ ദേഷ്യത്തിൽ അയാളിൽ നിന്ന് മുഖം തിരിച്ചു. ഇത്രയ്ക്കായിട്ട് ഇവിടെ അഹങ്കാരത്തിന് വല്ല കുറവുണ്ടോ നോക്കിയേ, അയാൾ പറഞ്ഞുകൊണ്ട് അവൾക്കടുത്തേക്ക് ചൂടുകൾ വെച്ചു. എന്ത് കണ്ടിട്ടാണ് നിനക്ക് ഇത്ര അഹങ്കാരം? ആരെ കണ്ടിട്ടാണ് നീ ചാടുന്നത്? അയാൾ ചോദിച്ചുകൊണ്ട് അവളുടെ അഴിഞ്ഞൊളിഞ്ഞ മുടിയിൽ കുത്തിപ്പിടിച്ചു. അവൾക്ക് നന്നായി തന്നെ നൊന്തു. അവൾ വേദനയാലൊന്ന് കണ്ണുകൾ ഇറുക്കെ മൂടിപ്പോയി. നിന്നെ നന്നായിട്ടൊന്ന് പെരുമാറി വിടാനാ വലിയമ്പുരാൻ ഉത്തരവ്. ഞാൻ ചോദിച്ചതാ എന്റേതായ രീതിയിലൊന്ന് പെരുമാറി വിട്ടാൽ മതിയോന്ന്. അയാൾ ചോദിച്ചുകൊണ്ട് വഷളം ചിരിയോടെ അവൾ നോക്കിയതും അവളുടെ കണ്ണുകളെ അയാൾക്ക് നേരെ അഗ്നിയായി എരിഞ്ഞു. എന്ത് നോട്ടാടി ഇത്! നീ ഇങ്ങനെ എന്നെ നോക്കിക്കൊണ്ട് കാട്ടും കൈയൊന്നും ചെയ്യിക്കലേടി പൊന്നുമോളെ. അയാൾ അവളുടെ മുടിയിൽ പിടിച്ച് തനിക്കരികിലേക്ക് വലിച്ചടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ ഉള്ളിൽ അടങ്ങാത്ത ദേഷ്യത്തോടെ അയാളിൽ നിന്ന് മുഖം വെട്ടിച്ചു മാറ്റി. നിനക്ക് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ആ വേലുവിൻ്റെ കൂടെ അങ്ങ് മിണ്ടാതെ പോയാൽ പോരായിരുന്നോ നിനക്ക്? അങ്ങനെയാണെങ്കിൽ എനിക്കിങ്ങനെ നോക്കി വെള്ളമിറക്കിയിരിക്കേണ്ട അവസ്ഥ വരുമായിരുന്നു. അയാളൊന്ന് ചുണ്ട് നനച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അയാളെ ശക്തിയിൽ പുറകോട്ട് തള്ളി. പെട്ടെന്നുണ്ടായ തള്ളിലെ അയാളൊന്ന് പുറകിലേക്ക് ആഞ്ഞെങ്കിലും അവളുടെ മുടിയിലെ പിടി അയാൾ വിട്ടിട്ടുണ്ടായിരുന്നില്ല. എന്താടി നീ ചെയ്ത്? അയാൾ അത്യധികം ക്രോധത്തോടെ അവളുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചുകൊണ്ട് അവളുടെ മുടിയിൽ പിടിച്ച് അവൾ ആ ചുമരിലേക്ക് വലിച്ചെറിഞ്ഞു. അവളുടെ തല ശക്തിയിൽ ചുമരിലേക്ക് ഇടിച്ചു. അവളിൽ നിന്ന് വേദനയോടെ ഒരു ശബ്ദം പുറത്തേക്ക് വന്നു. നെറ്റിയുടെ സൈഡിൽ കൈവച്ച് അവൾ ആ ഭിത്തിയിലേക്ക് ചാരിയുന്നു പോയി. നിന്റെ ഇന്നത്തോടെ ഞാൻ തീർത്തരാടേ. അയാൾ അലറിക്കൊണ്ട് പാന്റിൽ നിന്ന് യൂണിഫോം ബെൽറ്റ് വേർപ്പെടുത്തി അത് കയ്യിലേക്ക് ചുഴറ്റി പിടിച്ചുകൊണ്ട് അവൾക്ക് നേരെ ഉറച്ച കാലടികളോടെ നടന്നെടുത്തു. ആദ്യത്തെ അടി അടിക്കാൻ അയാളുടെ ബെൽറ്റ് വായിലേക്ക് വരുന്ന നിമിഷം തന്നെ അയാളുടെ കൈക്കുലങ്ങിട്ടുകൊണ്ട് അവന്റെ ശബ്ദം മുഴങ്ങി. ഏത് പൊന്നോരനാണത്? പുറകിൽ നിന്നാരോ തന്റെ പേര് വിളിച്ച് കേട്ട ദേഷ്യത്തെ അയാൾ വായിൽ തോന്നി തെറി വിളിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയെന്ന് കാണുന്നത് വാതിൽക്കൽ വന്നിരിക്കുന്ന മേഘനയാണ്. അവന്റെ കണ്ണുകളിൽ ആളിക്കത്തുന്ന ആ ക്രോധം തന്റെ ശരീരത്തിലേക്ക് പടരുമോ എന്ന് അയാൾ ഭയപ്പെട്ടു. തന്നെ ചുട്ടി ചാമ്പലാക്കാൻ കെൽപ്പുള്ള ആ ജ്വാലകൾക്ക് മുന്നിൽ അയാളുടെ ഉള്ളൊന്ന് കിടുങ്ങി. ആ നോട്ടം അത്രമേൽ ഭയാനകമായിരുന്നു. ഒരു തീപന്തം കണക്കെ ജ്വലിച്ചു നിൽക്കുന്ന അവന്റെ രൂപത്തിന് മുമ്പിൽ തന്റെ പ്രതാപമെല്ലാം നശിക്കുന്ന അയാൾ അറിഞ്ഞു. വിറക്കുന്ന കൈകളിൽ നിന്ന് ആ ബെൽറ്റ് താനെ താഴെ വീണു. ഭയത്താൽ വരണ്ട തൊണ്ടക്കുഴി ഇറക്കിക്കൊണ്ട് അയാൾ നിസ്സഹായനായി അവനെ നോക്കി നിന്നു. ആന ചവിട്ടി ചത്ത നിന്റെ തന്ത കള്ളൻ നാണപ്പൻ! അവൻ അത്തിരിയും ക്രോധത്തോടെ തന്നെ മിഴിച്ചു നോക്കി നിൽക്കുന്ന അയാളോട് പറഞ്ഞുകൊണ്ട് ഉടുത്തിരുന്ന വെള്ളമുണ്ടൊന്നും മടക്കി കുത്തി ആൾക്കടുത്തേക്ക് ചൂടുവെച്ചു. ഭൂമി ഭിത്തിയിലേക്ക് ചാരിയുന്നുണ്ട് അവനെ നോക്കി. ആ നോട്ടം അത് തന്നിലേക്ക് പതിക്കുന്നില്ലെന്ന് കണ്ടതും ആ അവസ്ഥയിൽ അവളുടെ ചോരകിനിഞ്ഞ ചുണ്ടിൻ കോളുകൾ മെല്ലിയൊന്ന് വിടർന്നു. നിന്നോട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഒടുക്കത്തെ കളിയും കൊണ്ട് നീ എന്നെന്റെ നെഞ്ചത്തേക്കായിരുന്നോ അന്ന് നിന്റെ അവസാനമായിരിക്കുന്നത്. അവൻ അത്യധികം ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന ഒരു കസേര കാലുകൊണ്ട് ചവിട്ടി തെറിപ്പിച്ച് അയാൾക്ക് തൊട്ടുമുന്നിലായി വന്നു നിന്നു. ചെറിയ തമ്പുരാൻ എന്താ ഇവിടെ? അയാൾ വിക്കിക്കൊണ്ട് ചോദിച്ചു. നിന്റെ തള്ളയെ രണ്ടാമത് കെട്ടിക്കാൻ എന്താടാ? അവൻ അയാൾക്ക് മുമ്പിൽ നിന്ന് അലറി. അയാളുടെ ശിരസ് അവന് മുമ്പിൽ കുനിഞ്ഞു. ആ കാവടിക്കളവന്റെ വാക്കും കേട്ട് നീ ഇറങ്ങി തിരിച്ചപ്പോ അറിഞ്ഞില്ലേടാ അതെന്റെ അണ്ണാക്കിലേക്കുള്ള വഴിയാണെന്ന്? നിന്റെ ഈ പാരതന്തയ്ക്ക് പറഞ്ഞ സ്വഭാവം കൊണ്ട് ഇവൾക്ക് നേരെ ഇറങ്ങി തിരിച്ചപ്പോ നീ അറിഞ്ഞില്ലേ അവള് ചന്ദ്രമംഗലത്തെ മേഘനാഥന്റെ സംരക്ഷണത്തിൽ കഴിയുന്നുള്ളതാണെന്ന്? അവൻ അയാൾക്ക് നേരെ അമറി. എന്നാൽ അവൻ പറഞ്ഞ ആ വാക്കുകൾ കേട്ടപ്പോഴാണ് അയാൾ തനിക്ക് പറ്റിയ അമളി എന്താണെന്ന് മനസ്സിലാക്കിയത്. ആ നിമിഷം ശിവശങ്കരൻ തമ്പിയുടെ വാക്കും കേട്ട് ഇറങ്ങിത്തിരിക്കാൻ തോന്നിയ നിമിഷത്തെ അയാൾ ശപിച്ചുപോയി. ഈ എന്നെയും താണ്ടി നിന്റെ ഈ പുഴുത്ത കൈ അവൾക്ക് നേർക്ക് ഉയർത്താൻ മാത്രം വലിയവനായോടാ നീ? അവൻ പല്ലടിച്ചു മുണ്ടതും അയാളൊന്ന് ഉമിനീരിറക്കിപ്പോയി. ഇത്രയൊക്കെ ചെയ്തിട്ട് ഞാൻ നിന്റെ നെഞ്ചും കൂടി ഇടിച്ചു കലക്കാത്തതേ നിന്റെ ദേഹത്ത് കിടക്കുന്ന കുപ്പായത്തോടുള്ള ബഹുമാനം കൊണ്ട് മാത്ര. പക്ഷേ ഒട്ടും താമസിക്കാൻ നമ്മളൊന്ന് കാണുകേ, അപ്പം നിന്നെ കൊണ്ട് ചത്തുപോയ നിന്റെ മുത്തിയുടെയും മുത്തപ്പന്റെയും പേര് വരെ ഞാൻ പറയിപ്പിക്കും. അവനയാളെ മുട്ടിയിലെന്ന പോലെ നിന്ന് വാക്കുകൾ ഓരോന്നും പല്ലിനടിയിലിട്ട് കടിച്ചു പൊട്ടിക്കുന്ന പോലെ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി. അവളുടെ പൊട്ടിയ ചുണ്ടും നെറ്റിയിലെ ചുവന്ന പാടുമെല്ലാം അവനിലെ അസുരനെ ഉണർത്താൻ പോന്നവയായിരുന്നു. എന്റെ മോന്തയിലോട്ട് നോക്കിയതാ ഇങ്ങോട്ട് വാടി! അവൻ അലറിയതും അത്രയും നേരം ശാന്തമായിരുന്ന അവളുടെ മുഖം പഞ്ഞിമിഠായി പോലെ വീർത്തു. അതേ വീർത്ത മുഖത്തോടെ അവൾ അവനടുത്തേക്ക് ചൂടുവെച്ചു. കൊടുകിനി അവന്റെ ചെകിട് നോക്കിയൊന്ന്. അവൻ അവൾ നോക്കി ശബ്ദമുയർത്തിയതും അവളുടെ കൈ ഊക്കോടെ അയാളുടെ കവിൾ പതിഞ്ഞിരുന്നു. ആ അടിയുടെ ആഘാതത്തിൽ അയാൾ കവിൾ പൊത്തിപ്പിടിച്ച് അവനെ മിഴിച്ചു നോക്കി അടുത്ത നിമിഷം അയാളുടെ മറ്റേ കവിളിൽ അടിപൊട്ടി. ബ്ലഡി! ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പെണ്ണിന്റെ കയ്യിൽ നിൽക്കേണ്ടി വന്ന അടി അപമാനവും അയാളിലെ ക്രോധത്തെ ആളിക്കത്തിക്കാൻ പോകുന്നവയായിരുന്നിട്ട് കൂടി തനിക്ക് മുന്നിൽ നിൽക്കുന്നവനെ ഓർക്കെ അയാൾ ശാന്തനായി. അപ്പോ
കണക്കുകളൊക്കെ ടാലിയായ സ്ഥിതിക്ക് ഞങ്ങളങ്ങ് ഇറങ്ങിയേക്കുവാ. ദാമോദരൻ സാറേ. അവൻ അയാളെ നോക്കി പറഞ്ഞുകൊണ്ട് അവിടെ കൈയും പിടിച്ച് തിരികെ നടന്നു. അവന്റെ ആ പ്രവൃത്തിയിൽ അവിടുന്ന് പതറിക്കൊണ്ട് അവനിൽ നിന്ന് തന്റെ കൈകൾ വേർപ്പെടുത്താൻ ശ്രമിച്ചതും അവൻ അവളുടെ കൈകളിലെ പിടി ഒന്നുകൂടെ മുറുക്കി. ഡോ കൈ വിടറോ. പുറത്തേക്ക് ഇറങ്ങിയതും ചുറ്റിനും തങ്ങൾ തന്നെ വീക്ഷിച്ചു നിൽക്കുന്നവരെ നോക്കി അവൾ അവന്റെ കൈ തന്റേതിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞതും അവനത് ശ്രദ്ധിക്കാതെ അവളുമായി വണ്ടിക്കരികിലേക്ക് നീങ്ങി. എടോ എന്നെ വിടാൻ. വണ്ടിക്കടുത്ത് നിന്ന് രാഹു അവളെയും പിടിച്ചു വലിച്ചേരുന്നതിനെ കണ്ടതും കണ്ണു വീഴ്ചു. എന്റെ മുത്തപ്പ, ഈ നാറിതെന്തിനുള്ള പുറപ്പാടാ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.